കാട് നിറച്ച് ഫോറസ്റ്റാണ്. അതാണ് ഒരു പ്രാന്തി മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മീനെ കിട്ടുമല്ലെന്ന് അറിയത്തില്ല. ഈ വഴി കൂടെയാണ് ആ കറുത്ത അംബാസഡർ കയറി പോകുന്നെന്ന് ആലോചിക്കുമ്പോഴാണ്. പിടിച്ചിരുന്നോണേ. നമ്മൾ മാത്രമേ ബൈക്ക് താഴെ വരെ കൊണ്ടുപോകാൻ തോന്നുന്നു. ബാക്കി ആരും കൊണ്ടുപോയിട്ടില്ല. വാഗണറിനകത്ത് നോക്കി ഡിക്കിക്കകത്ത് വരെ ആളെ ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത്. കൊള്ളാലോ, നൈസ് ഐഡിയ. ജിയോയുടെ പെട്രോൾ അത്ര പോരെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. സോ ഐ സ്റ്റിക്ക് വിത്ത് നൈറ, ദാറ്റ് ഈസ് ബെറ്റർ. ഓ മൈ ഗോഡ്, പേടിക്കാരി അരങ്ങാടി പറഞ്ഞേ. സെൻട്രികളെ പോവാം. പിടിച്ചിരുന്നോ? ഓക്കെ പോവാം. എൻ്റെ ഷൂ അപ്പം നനഞ്ഞോട്ടെ എന്നാ. നിനക്ക് ബൈക്ക് ഇരിക്കാൻ എന്തിനാണ് നീ പേടിക്കുന്നത്? എടാ വല്ല ആനയും പുലിയോ വല്ലോ വരുവാടാ. വനത്തിന്റെ അത്തക്കട ആയതുകൊണ്ട് ചെറിയൊരു ഒരു കൺഫ്യൂഷനേ. പുലി വന്നാൽ ഞാൻ പുറത്ത് ചാടി കയറും കേട്ടോ. നിന്നെ തീറ്റയാക്കിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ നല്ല ആംബിയൻസ് കിട്ടും, നല്ല അടിപൊളി സ്ഥലം, നല്ല തണുപ്പും. ഞാൻ ആക്ച്വലി ഇവിടം വരെ ഇതുവരെ വന്നിട്ടില്ല. അവിടെ വന്ന് കാറുമായിട്ട് വന്നപ്പോൾ പിന്നെ ഓഫ് റോഡ് പോലെ തോന്നിക്കൊണ്ട് തിരിച്ചു പോയില്ലേ, അങ്ങോട്ട് കയറിയില്ല. ഇതൊക്കെ വെട്ടിപ്പൊളിച്ചോണ്ട് പോകേണ്ടവരും തോന്നുന്നു. വാക്കത്തി എടുത്തില്ല. ഇതെങ്ങനെ പിടിച്ചാലും ഫുള്ള് 360 കിട്ടും. കൊള്ളാലോ, സെറ്റ്. അങ്ങനെ ഗുഹയ്ക്കകത്ത് കിടക്കണം. പൊനിയണം. അവനെ വിജീഷിനെ കൊണ്ടുവരായിരുന്നു. വിജീഷ് ആ പകുതി വഴിക്ക് വെച്ച് പറയും, ഞാൻ നിർത്തി, ഇവിടെ നീ നടന്നു വന്നോളാം. വിജീഷിന് പേടിയുണ്ട്, പക്ഷെ എൻ്റെ കൂടെ വരുമ്പോൾ പേടിയില്ല. എന്ത് വന്നാലും കൂടെ നിൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. എൻ്റെ പൊന്നോ വരാം. ഇതിട്ടേക്കാട്ടാ, യൂട്യൂബിൽ ഇട്ടേക്കാം, നിന്റെ ചെക്കൻ കണ്ട്. ഒന്നും കുഴപ്പമോ? അല്ല, ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ബൈക്കിലൊന്നും ഇരുന്നിട്ടില്ല. അപ്പം എനിക്കൊരു ആഗ്രഹം ബൈക്കിൽ ഇരിക്കാൻ. പറഞ്ഞാൽ പോരെ. എപ്പോഴെങ്കിലെത്തട്ടെ. സെറ്റ് സ്ഥലം, കാട് നിറച്ച് ഫോറസ്റ്റാണ്. മഴയാണോ? ആ, ഇവിടെ അടുത്താ. അടിപൊളി കേട്ടോ. ഇവിടെയാണ് തോന്നുന്നു. നോക്കിയാ ആ മരത്തിന്റെ സൈസ് നോക്കിയേ. കാട്ടുതീ തടയൂ, വനത്തെ രക്ഷിക്കൂ. നോക്കി അവിടെ ഏതാണ്ടൊക്കെ മണി ഏതാണ്ടൊക്കെ തൂക്കിയിട്ടുണ്ട്. സോ നമ്മൾ എത്താറായി ഫൈനലി. വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് കണ്ടിട്ട് പോയേക്കാൻ പെട്ടെന്ന്. എന്നെ വീടരുത്, സ്ലിപ്പറിയാണ്.
താഴെ ഇറങ്ങേണ്ട വരും. ഞാൻ ഹെൽമെറ്റ് മോഡിഫൈ ഒക്കെ ചെയ്തു. അതെ, ഞാൻ ഈ യെല്ലോ കൊടുത്തതന്നെ അറിയോ, അടുത്ത മാസം ഞാൻ അത്രയും കിലോമീറ്റർ സോളോയാണ് പോകുന്നത്. അപ്പം ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് ചിലത് കാണത്തില്ല. അപ്പോൾ വേറൊരു മറ്റേ ഇതുപോലെ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിലേ കുറച്ചുകൂടെ പെട്ടെന്ന് ആൾക്കാർ കാണും. അമ്മമാർ കാറ് വന്നിട്ടൊന്നും വരുന്നില്ലേ? അമ്പടെ പുളിച്ചു. അപ്പം ഞാൻ ചെളി ചവിട്ടിയതോ നേരത്തെ ഞാൻ ചെളി ചവിട്ടിയതോ. വാ, ഭയങ്കര വലിയ വാട്ടർഫോൾ ആണെന്ന് പറഞ്ഞിട്ട് വലിയ ആനയും സംഭവമൊന്നും ഇല്ല ഇവിടെ. ആ എക്സ്പെക്റ്റഡ് ഇത് പോരാ അല്ലേ? ആ, മഴ കുറവല്ലേ? സോ അത്യാവശ്യം നല്ലൊരു സെറ്റ് സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. വലിയ കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് വെള്ളമൊന്നുമില്ല. ആക്ച്വലി മഴ കുറവായതുകൊണ്ട് സോ ഒരുപാട് വെള്ളം കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഫൈൻ, അത്യാവശ്യം നല്ലൊരു മുറ്റാണ്. സോ ഇവിടെ അത്യാവശ്യം വേണ്ട ഇവിടെ ഇങ്ങനൊരു വ്യൂ ആട്ടോ. ഇവിടെയാണ് ഒരു പ്രാന്തി മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മീനെ കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല. മീനൊന്നുമില്ല, ചുമ്മാ തമാശ പറയാം ഗൈസ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഫുള്ള് കല്ലാണ്. നല്ല അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. ഒരു എന്താ പറയുക, അൾട്ടിമേറ്റ് ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് നിൽക്കുന്ന, ഫോറസ്റ്റാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ്, നേച്ചർ എക്സ്പീരിയൻസ് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരാം. താഴെ ആക്ച്വലി ഒരു വാട്ടർഫോളും കൂടെ ഉണ്ട്, അവിടെ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് താഴോട്ട് പോവാണ്. ഇനി ഞാൻ വാച്ച് കെട്ടാൻ മറന്നു, അങ്ങോട്ട് താഴോട്ട് പോവാണ്. അവിടെ കുറച്ചുകൂടെ നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. സോ അപ്പം ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാൻ ഓർത്താം. താഴെ കുളിക്കുക. സോ ഇതാണ് ഇവിടെ ഫൈനൽ. താഴെ വേണ്ട അവർ കുളിക്കുകയാണ്. അവിടെ കുറച്ച് വെള്ളാടിയും അലമ്പും ഒക്കെ ഉള്ള ടീംസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോകുന്നില്ല. സോ അവിടെയാണ് മെയിൻ കുളിക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളും. ഇതാണ് വാട്ടർഫാള്. ഓടി കിടന്നു എല്ലാവരും അവിടെ ഓടി. അമ്മമാർക്ക് ഒന്നിനും പകുതി എണ്ണത്തിന് പോവില്ല. അങ്ങോട്ട് പോയി ഇതിലെ പോ. ആ അതാ ഞാൻ പറഞ്ഞ ഇതിലെ പിന്നെ അവരുടെ ഡ്രസ്സുകൾ വെള്ളമാണ്. അവിടം വരെ ഉള്ളടി നമുക്ക് ആവാൻ മതി. തിരിച്ചു പോവാം. അതാ ബെറ്റർ അറിയുന്നത്. അവന്മാർ ഇങ്ങനെ നല്ല രീതിയിൽ വേണം അത് പൊട്ടി പറയുന്നത്. വീട്ടിൽ നിന്ന് 129.2 കിലോമീറ്റർ ഓടി ഗൈസ്. പക്ഷേ നല്ല കലക്കൻ ഓഫ് റോഡാണ്. ഒരുപാട് അങ്ങനെ ടഫ് ഓഫ് റോഡല്ല, പക്ഷെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഓഫ് റോഡാണ്. ആൻഡ് പുറകെ ഇരിക്കുന്ന ആളുടെ ഊപ്പാടലായി പോയി. ബിക്കോസ് ആൾക്ക് ഒന്ന് ബൈക്കിൽ കയറാൻ പേടി. ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇതുപോലെ സ്ലഷും, പിന്നെ അവിടെ നിന്നൊരു 200 മീറ്റർ നടന്നു പോകണം. നടന്നു പോയിട്ട്
താഴോട്ട് ഇറങ്ങണം. സോ താഴോട്ട് ഇറങ്ങണം. താഴോട്ട് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ബിസി ലൈഫിൽ നിന്ന് മാറി ഒരു വീക്കെൻഡ് ഒരു സ്പെൻഡ് ചെയ്യാൻ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒറ്റയ്ക്കാണെങ്കിലും വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. പിന്നെ താഴോട്ടെന്ന് പറഞ്ഞാൽ കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുളിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. ബേസിക്കലി എനിക്കാണെങ്കിലും ഞാൻ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴോട്ട് ഇറങ്ങിയില്ല. ബട്ട് ഇവിടെ വരെ വന്ന എന്തായാലും വേർത്താണ്. ലൊക്കേഷനൊക്കെ സൂപ്പർ, ഒരു രക്ഷയില്ല. ഈ വഴി കൂടെയാണ് ആ കറുത്ത അംബാസഡർ കയറി പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. ഓ, പിടിച്ചിരുന്നോണേ. യെസ്, ഒന്നുമില്ല.
സോ ഈ ട്രിപ്പിൽ വന്നതായിട്ട് നമ്മൾ മാത്രമേ ബൈക്ക് താഴെ വരെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ബാക്കി ആരും കൊണ്ടുപോയിട്ടില്ല. ഒന്നെങ്കിൽ ഇവിടെ വെച്ചേക്കുന്ന, അല്ല അവിടെ വെച്ചിട്ട് ഇവിടെ നടന്നു പോവാണ്. ഇവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. ഇവിടെ വെച്ചിട്ട് നടന്നു പോവാണ് ആൾക്കാർ. നമ്മൾ മാത്രമാണ് ബൈക്കുമായിട്ട് താഴെ വരെ പോയത്. പക്ഷേ കാണുന്നത്രയും ഇതല്ല, ഓഫ് റോഡുണ്ട്, കാര്യങ്ങളുണ്ട്. ബട്ട് നമുക്കിതൊരു ഫണ്ണാണ്, കുഴപ്പമില്ല. നമുക്കിതൊരു ഫണ്ണാണ്. ഒരു ട്രയൽ റണ്ണെന്ന് കൂട്ടിയാൽ മതി, അടുത്ത ട്രിപ്പിനുള്ള ട്രയൽ റൺ. കാരണം നമ്മൾ എത്രത്തോളം ഓടിക്കുന്നോ അത്രയും നമുക്ക് എക്സ്പീരിയൻസും നമുക്ക് ഇതുപോലത്തെ പാച്ചസിൽ ഓടിക്കാനുള്ളൊരു കഴിവും കിട്ടും. അപ്പോൾ ഓടിക്കാതിരുന്നിട്ട് കാര്യമില്ല, ഓടിച്ചാലേ നമുക്ക് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. എനിവേസ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഫൈനലി ബാക്ക് ടു ദ റോഡ്. സോ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ആക്ച്വലി ഒരു സ്പോട്ട് വരെ കാണിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബൈക്കുമായിട്ട് പതുക്കെ പോകാം. ആ ഒരു ഓഫ് റോഡാണ് കംപ്ലീറ്റ്ലി ഞാൻ കാണിച്ചത്. സോ നമ്മൾ ബൈക്ക് നിർത്തിയ സ്ഥലത്തുനിന്ന് പിന്നെ അങ്ങോട്ട് നടന്നു പോവുകയേ ഓപ്ഷനുള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സോ ഇവിടുന്ന് ഏകദേശം അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഇവിടം വരെ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. 2 കിലോമീറ്റർ ചെറിയ ഓഫ് റോഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ നമ്മളിനി ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ നേരെ ശക്തനിലോട്ടാണ് പോകുന്നത്, ശക്തൻ സ്റ്റാൻഡിലോട്ട്. സോ എൻ്റെ ഫ്രണ്ടിന് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവിടുന്നു, നേരെ തിരിച്ചു വരുന്നു. ആ ലൊക്കേഷനിലോട്ട് പോകുന്ന വഴിയാണല്ലോ നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ. പോകുന്ന വഴിയൊക്കെ ഇതുപോലെ നല്ല അടിപൊളി നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് പോകാൻ തന്നെ തോന്നും, അതുപോലെ സൂപ്പർ ആയിട്ടുള്ളതാണ്. ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് വർത്തായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയുക. ഇനിയിപ്പോൾ നമ്മൾ നേരെ ശക്തനിൽ പോയതിന് ശേഷം ഇവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്നതായിരിക്കും. ആയിട്ടുള്ളൊരു സംഭവം കണ്ടു കേട്ടോ. ഇതാ താറിൻ്റെ പുറകിലൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, നോ റോഡ് നോ പ്രോബ്ലം. അതുപോലൊരു വക്കാണ്ട ഫോർ എവറിൻ്റെ സ്റ്റിക്കറും സൺഷൈൻ ആൻഡ് സ്മൈൽസ്. നൈസ്. എനിക്ക് ആ ഒരു നോ റോഡ് നോ പ്രോബ്ലം എന്ന് പറഞ്ഞ ആ ഒരു ടാഗ് ലൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് നമ്മുടെ ഫ്രണ്ടിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് NH47 കയറി. ആൻഡ് വി ആർ ഹെഡിങ് ബാക്ക് ടു ഹോം. നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. സോ പോകുന്ന വഴിക്ക് പെരുമ്പാവൂർ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങ് പോകും. ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് വരെ കൂടെ പോകാൻ സാധ്യതയുണ്ട്. കാരണം നാളെ പെരുന്നാളായതുകൊണ്ട് അവിടം വരെ ഒന്ന് പോകാമെന്ന് ഓർത്തു. ചുമ്മാ ഒന്ന് കുറേ ആയി കണ്ടിട്ട്, അപ്പോൾ അത് കാരണം ഒന്ന് കാണാമെന്ന് ഓർത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, അത്യാവശ്യം നല്ല സ്പീഡിലുമാണ് അത് കാരണം പോകുന്നത്. കാരണം ഒരുപാട് കുറഞ്ഞ സ്പീഡിൽ പോയിട്ട് കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ സ്പീഡിലാണ് പോകുന്നത്. ഇത് നോക്കിയാൽ ഒരു വാഗണറിൻ്റെ അത് നോക്കി ഡിക്കിക്കകത്ത് വരെ ആളെ ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത്. കൊള്ളാലോ, നൈസ് ഐഡിയ. ഈ ഒരു ഹൈവേയിൽ ഒരു മിനിമം ഒരു 100 പിടിച്ച് പോരുന്നത് എപ്പോഴും നല്ലത്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് കിലോമീറ്റർ ക്ലോക്ക് ചെയ്യുകയും ചെയ്യാം. കാരണം കേരളത്തിലാകെപ്പാടെ ഒരു ഓടിക്കാൻ പറ്റിയൊരു ഹൈവേ ഇതാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, പോട്ടോൾസോ കാര്യങ്ങളൊന്നും ഇടയ്ക്കില്ല. പിന്നെ ഇടയ്ക്ക് ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ വരുമ്പോൾ ഉള്ള ശകലം പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്പീഡിൽ തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് എത്ര കൺട്രോൾ ഉണ്ടോ ആ ഒരു സ്പീഡിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ എൻ്റെ ഒരു കൺട്രോൾ അനുസരിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അല്ല വണ്ടിക്ക് സ്പീഡിൽ പോകാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞല്ല, എൻ്റെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരുപാട് അലപ്പിക്കാതെ ഒരു മൈലേജൊക്കെ കിട്ടുന്ന രീതിയിൽ മര്യാദയ്ക്ക് പോകുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. സോ അത് നിങ്ങളായിട്ടുള്ള രീതികളിൽ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക, അല്ലാതെ മറ്റുള്ള ഒരാളെ അനുകരിക്കാതിരിക്കുക. മലയിൽ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു. ഇപ്പോൾ നേരെ നമ്മൾ വന്ന റൂട്ട് തന്നെ. ഇനിയിപ്പോൾ പെരുമ്പാവൂർ ഇവിടെ നിന്നൊരു 12 കിലോമീറ്റർ പെരുമ്പാവൂർ. ഓക്കെ, നമ്മുടെ ലോ ഫ്യൂവൽ കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ടോട്ടൽ എത്ര ഓടി? 192.7 കിലോമീറ്റർ ഇതുവരെ നമ്മൾ ഓടി. സോ ഓബിയസ്ലി ലോ ഫ്യൂവൽ കാണിക്കും. പെരുമ്പാവൂരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. സോ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൂടെ ഒന്ന് കാണാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്.
ആൻഡ് നമ്മളിപ്പോൾ നിലവിൽ പെട്രോൾ അടിക്കണം. ഞാൻ പ്ലാനിങ് ഫ്രണ്ടിലൊരു നയറയുടെ പമ്പുണ്ട്, അവിടെ നിന്ന് അടിക്കാൻ ഓർത്തിരിക്കുക. ലോ ഫ്യൂവൽ ലെവലായിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ, ഫ്രണ്ടിലൊരു നയറയുടെ പമ്പോ ജിയോയുടെ പമ്പോ ഉണ്ട്, അവിടെ നിന്ന് അടിക്കാം. ഐ തിങ്ക് ജിയോയുടെ പെട്രോൾ പമ്പാണ് കുറച്ചുകൂടെ ബെറ്റർ. നയറയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ബിക്കോസ് പെട്രോളിൽ ജിയോനേക്കാളും ബെറ്റർ നയറയാണ്. ബിക്കോസ് ഞാൻ ഓടിച്ചതിൽ ഇപ്പം എൻ്റെ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് വെച്ചിട്ട് നയറയുടെ പെട്രോളാണ് കുറച്ചും കൂടെ ലാസ്റ്റിങ്. ജിയോയുടെ അത്ര പോരെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാനിപ്പം ഇന്നിപ്പോൾ രാവിലെ ഒരു 5 ലിറ്റർ പെട്രോൾ അടിച്ചു. രാവിലെ 5 ലിറ്റർ അടിച്ചോളൂ, കാരണം അത് ആവശ്യത്തിന് പെട്രോൾ ഉണ്ടായിരുന്നു. പക്ഷേ ജിയോയുടെ പെട്രോൾ നല്ലപോലെ കത്തുന്നുണ്ട്, എക്സ്ട്രാ ഐ തിങ്ക് കത്തിപ്പോകുന്നുണ്ട്. പക്ഷേ നയറയുടെ അത്രയും കത്തലില്ല. എനിവേസ് ഞാനതൊരു ഫൈനലൈസ് ചെയ്ത് പറയാം. ഗീവ് മീ സം ടൈം. എന്തായാലും ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് റൈഡ് വരുമ്പോൾ ഞാൻ എന്തായാലും അത് പറയാം. ബിക്കോസ് ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്രം പോയപ്പോൾ പോലും ഇത്രയും പെട്രോൾ കത്തിയിട്ടില്ല. അന്ന് നയറ പമ്പിൽ നിന്ന് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് പോയത്. സോ ഐ തിങ്ക് ജിയോയുടെ പെട്രോൾ അത്ര പോരെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. സോ ഐ സ്റ്റിക്ക് വിത്ത് നയറ, ദാറ്റ് ഈസ് ബെറ്റർ. സോ എഗെയിൻ നമ്മളൊരു 5 ലിറ്റർ പെട്രോൾ അടിച്ചു. ടോട്ടൽ ഇന്നിപ്പോൾ നമ്മൾ 237.3 കിലോമീറ്ററാണ് ഓടിയത്. സോ ഞാൻ ഇനിയിപ്പോൾ നിലവിൽ എനിക്കൊരു ചായക്കട നോക്കുവാണ്, ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പുറയിലൊക്കെ കുറേ നോക്കിയിട്ടും കണ്ടില്ല. സോ അത്യാവശ്യം ഒരു നല്ലൊരു കട. കാരണം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ ലഞ്ചൊന്നും ആയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കടിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ. സോ ഫൈനലി അങ്ങനെ നമ്മൾ കൊറോളിങ്ങാട് എത്താറായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ ശക്കലം വിൻ നോയ്സ് വരാനുള്ള സാധ്യതയുണ്ട്, ബട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്, ബിക്കോസ് നല്ല വിൻ ബ്ലാസ്റ്റ് ആണ്. പിന്നെ കാണുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വ്ളോഗ് ചെയ്യാതിരുന്നത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.